നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മയ്യിലി കുറ്റ്യാട്ടൂർ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു വീടിൻ്റെ റൂഫ് വാട്ടർ പ്രൂഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഒറ്റനില വീടാണ്. ആ വീട് സൈഡൊക്കെ ഓടുണ്ട്. ഓട് വെക്കാനായിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. ആ സ്ലോപ്പിൻ്റെ സൈഡൊക്കെ അടന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡ്. ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷമായി ഈ വീട് എടുത്തിട്ട്. വീടിൻ്റെ മുകളിൽ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 5-8 വർഷം മഴ കൊണ്ട് ആ മണലും സിമെൻറ്റും ഒഴുകിപ്പോയ ഒരു സിസ്റ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതെന്ന് വിശദമായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് ഇത്രയും വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ മണൽ ഒഴുകിപ്പോയി കല്ല് കാണാൻ തുടങ്ങി. ഈ അവസ്ഥയാണ് ഒരു സ്ലാബിന് ഒരു 4-5 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ രണ്ടാമത് വിശദീകരിക്കാം. ഈ 42 GSM മെഷ് വിരിച്ചതിന് ശേഷം കോട്ടിംഗ് അടിച്ച ഏരിയയും ഈ 2 ഏരിയയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 ഏരിയയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ PU കൂട്ടും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ലീക്കും ഉണ്ടാകുന്നില്ല, ചൂടും ഉണ്ടാകുന്നില്ല. ഇതൊരു 10 വർഷക്കാലത്തേക്ക് ഈ കോൺക്രീറ്റിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാകുന്നില്ല. ബിൽഡിങ് നമ്മൾ എടുത്തു കഴിഞ്ഞ പാടന്നെ റൂഫിൽ ഇത്തരത്തിലുള്ള വാട്ടർ പ്രൂഫിങ് ചെയ്താൽ നിങ്ങളെ കോൺക്രീറ്റ് കാലാകാലങ്ങളോളം ഒരു കുഴപ്പമില്ലാതെ നിലനിൽക്കും. അതിൽ ചൂടിൻ്റെയോ ലീക്കിൻ്റെയോ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം നമ്മളൊരു വീട് ബിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചൂട്, തണുപ്പ്, മഴ, ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ നമ്മൾ നിർബന്ധമായി വെതർ പ്രൂഫ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരു പ്രശ്നം വന്നിട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടി നല്ലത്, രോഗം വരുന്നതിന് മുമ്പിൽ നമുക്കൊരു ചികിത്സ അല്ല ഒരു പ്രതിവിധി അതിന് കൊടുക്കുന്നതാണ് നല്ലത്. അതാണ് ഇവിടെ നടക്കുന്ന വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം. ഇപ്പം മെഷ് ഇട്ടിട്ട് സിമെൻറ്റീഷ്യസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിച്ച് കഴിഞ്ഞ് ക്യൂറേഷൻ ആയതിനു ശേഷം വീണ്ടും ഇതിലേക്കൂടെ 3-4 കോട്ടിങ്, പ്രൈമർ കോട്ടിങ്, പിന്നെ PU കോട്ടിങ്ങും ഇതിൻ്റെ മുകളിലേക്കൂടെ വരുന്നതായിരിക്കും. ഈ ബിൽഡിങ്ങിന് പിന്നെ ഒരു കാലത്തും ഒരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല 5-6 വർഷം കൂടുമ്പോൾ ഇത് കഴുകി കളഞ്ഞ് ഒരു കോട്ടിങ് മെയിൻറ്റെയിൻസ് ചെയ്ത് പോയാൽ ബിൽഡിംഗ് ഒരുപാട് കാലത്തോളം നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ പ്രസക്തി. പിന്നെ റൂഫ് കെമിസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും വളരെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നു. നിങ്ങൾക്കും വിളിക്കാം.